സാറ് പറയുന്ന കാര്യം നമുക്കറിയാം. ആ ജന്മിയുള്ളപ്പോ 20 വർഷം ഈ ആശ്രമം നിന്നാണ്. ഇപ്പൊ വരവേ വന്നിട്ട് 20 പോലെ. അപ്പൊ എന്താ അതിന്റെ കാര്യം എന്ന് ചോദിച്ചാൽ, നമ്മൾ ആശ്രമത്തിൽ നിൽക്കുന്നു, കുറച്ചു കാലം നിന്നുകൊണ്ട് കാര്യങ്ങൾ അതിന്റെ ധർമ്മത്തിലും നീതിയിലും നമ്മൾ പഠിക്കണം. എന്താണ് നമ്മുടെ ഗുരു നമ്മളെ പഠിക്കുന്നത്? കാലത്തിനനുസരിച്ച് ആരാധന ചെയ്യാത്തവർക്ക് വികലാംഗനായിട്ടും വ്യതികേടായിട്ടും നമ്മൾ ജീവിക്കും. ആരാധനയിൽ വന്ന ദോഷം കൊണ്ട് അല്ലെങ്കിൽ ജാതി നോക്കി വിവാഹം കഴിച്ചതുകൊണ്ട് എപ്പോഴും രാജ്യത്തിന് നമ്മളൊക്കെ നടക്കുന്നത് ഗോത്ര രോഗങ്ങളും ഗോത്ര സ്വഭാവവും നമ്മുടെ കൂടെ വരും. ഇതേപോലെ തന്നെയാണ് മതത്തിനെ വിശ്വസിച്ചുകൊണ്ട് എല്ലാ മതത്തിലും അതിൻ്റെതായ കുറവുണ്ട്. ഒരു മതത്തിനെ നമ്മൾ ചെയ്യണം. കാരണം ഒരു മതവും ആചാര്യന്മാരുണ്ടാക്കാത്തത് കൊണ്ട് മതങ്ങളെല്ലാം സ്വാർത്ഥ താല്പര്യത്തിനുണ്ടായത്. അതുകൊണ്ട് അതിനെ വിശ്വസിച്ചുകൊണ്ട് വിവാഹം കഴിക്കുമ്പോഴും ഇതുപോലത്തെ ഭാഗ്യമില്ലാത്ത മക്കളും കാരണങ്ങളും നമ്മുടെ ഉദ്ദേശിക്കും. അതാണ് ഗുരു പറഞ്ഞത്, ഇതിനെല്ലാം നിങ്ങൾ തീർക്കണമെങ്കിൽ ശക്തമായ രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കും. ആദ്യമായിട്ട് നമുക്ക് കിട്ടിയത് അഖണ്ഡനാമം. നമുക്കെല്ലാവരും പറയാം. ശിവഗിരിയുടെ അങ്ങേ കൊന്നിൽ ഒരു ചെറിയൊരു ആശ്രമം കിട്ടിയിരിക്കുന്ന സമയത്താണ് ഈ വാക്കുകളെല്ലാം. അവിടെ നടന്നിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾക്കറിയാം. അസമിനെ പോലെ ആൾക്കാർ, സത്യവതിയെ പോലുള്ള ആൾക്കാർ, അങ്ങനെ കുറെ ആൾക്കാരുടെ പേര് ഞാൻ പറയാം. അവരൊന്നും ഇപ്പം ഇല്ല, അവർക്ക് ദർശനമുള്ളവർ. ഇപ്പൊ ഈ അഖണ്ഡനാമം കിട്ടിയിട്ട് ആ അഖണ്ഡനാമത്തിന് ബ്രഹ്മത്തിന് വാക്ക് ഇങ്ങനെയുള്ള സകല വിഷമതകളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഏക മാർഗമാണ് കലിയുഗത്തിലെ അഖണ്ഡനാമം. ഗുരു ചൊല്ലാൻ സമ്മതിച്ചില്ല. പക്ഷെ അവര് ഗുരു ഇല്ലാത്തപ്പോ മനസ്സ് ഉറക്കുകയും ഗുരു ഉള്ളപ്പോൾ മനസ്സിൽ ചൊല്ലി ഇത് ബലപ്പെട്ടപ്പോഴാണ് പല കാര്യങ്ങളും നടന്നിരുന്നത്. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത് പ്രാർത്ഥന വീട്ടിൽ ചിട്ടമാണ്. ഞാൻ നിങ്ങളുടെ വീട്ടിലൊക്കെ വന്നപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കണം. അച്ഛനും അമ്മയും മക്കളും എല്ലാവരും ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ ഒരു ഭാഗ്യം അല്ലെങ്കിൽ യോഗം എന്നാണ് ഗുരു അതിനെ പറയുന്നത്. എന്താണ് യോഗം എന്ന് പറഞ്ഞത്? എന്താണ് യോഗം? ഉറക്കപ്പെടും. എന്താ പറയുന്നത്? ഒന്നിച്ച് നിൽക്കും. ആയുർവേദത്തിൽ തന്നെ യോഗം ഉണ്ട്. ഒരു മെഡിസിൻ ഉണ്ടാക്കണമെങ്കിൽ അതിന് കുറേ സാധനങ്ങളുണ്ട്, പല ചെടികളിലെയും ഒക്കെ. അതെല്ലാം കൂടി ചേരുമ്പോൾ എന്തായി വൈദ്യുതി വരും ഒരു മെഡിസിൻ അല്ലേ? ആ മെഡിസിൻ ഒന്നിച്ചാവുമ്പോൾ അതൊരു മെഡിസിൻ ആവുന്നതാണ് അതിന്റെ യോഗം. എന്നതുപോലെ എൻ്റെ വീട്ടിലെ എൻ്റെ അച്ഛനും അമ്മയും ഞാനും അല്ലെങ്കിൽ എൻ്റെ മക്കളും എല്ലാവരും കൂടി ചേർന്ന് ഒന്നിച്ച് നിൽക്കുകയും ഒന്നിച്ച് സംസാരിക്കുകയും ഒന്നിച്ച് നമ്മൾ ഇരുന്ന് കഴിക്കുകയും ചെയ്യുന്നൊരു യോഗം. ഇതേപോലെ എൻ്റെ സ്ട്രീറ്റിലൊന്ന് വരും, അങ്ങനെ എൻ്റെ പഞ്ചായത്തിൽ വരും, അങ്ങനെ അത് എൻ്റെ ഈ പറയുന്ന എൻ്റെ നാടിനും ഈ പറയുന്ന കണ്ണൂരിനും ഈ കേരളത്തിനും ഒക്കെ കിട്ടണം. അതൊരു യോഗമാണ്. ഗുരു പറഞ്ഞത് ഈ യോഗം കിട്ടണമെങ്കിൽ നിങ്ങളിൽ ആദ്യം വേണ്ടത്, ഗുരു പറഞ്ഞത്, നിങ്ങളിൽ വന്ന് കയറി കിടക്കുന്ന ഈ കർമ്മഗതി അത് തലമുറയ്ക്ക് മുമ്പ് വന്ന് കയറിയതാണ്. അത് ഈ കാലത്തിന്റെ പഴമൊന്നും പോലെ. അതിന് പറയുകയാണെങ്കിൽ ഗുരു പറയുന്നത് 10 കോടി ലക്ഷം വർഷം മുമ്പ് വന്ന തെറ്റിന്റെ ഒരു ബാക്കി പത്രമായിട്ടാണ് നമ്മുടെ ശരീരം. അതുകൊണ്ട് നമ്മൾ ദൈവം ഉണ്ടോ എന്ന് ചോദിക്കും, ഇത് ശരിയാണോ അത് ശരിയാണോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ നമ്മുടെ ചിട്ടയിൽ ആദ്യം ഗുരു നമ്മളെ പഠിപ്പിക്കുന്നത് വീട്ടിൽ ഒന്നിച്ച് നിങ്ങൾ പ്രാർത്ഥന നടത്തണം. അത് 2 പേരെങ്കിലും ഈ പറയുന്ന 2 നേരമെങ്കിലും നിങ്ങൾ അത് പ്രാർത്ഥിക്കണം, രാവിലെയും വൈകുന്നേരം. ഞാൻ വളരെ വ്യക്തമായി നിങ്ങളോട് പറഞ്ഞു. കാരണം കുടുംബത്തിന്റെ അർത്ഥം വരണം. യോഗം പറയുമ്പോൾ അതിന് ഭാഗ്യമെന്നും അർത്ഥമെന്നും. അപ്പൊ ജീവന് അർത്ഥം കിട്ടത്തക്ക വിധത്തിൽ നിങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥന നിങ്ങൾ ചിട്ടപ്പെടുത്തും. നിങ്ങൾ ചിട്ടപ്പെടുത്തി നോക്കൂ, നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. അപ്പൊ ഇവിടെ ആശംസ പറഞ്ഞു, എൻ്റെ വീട്ടിൽ ഞാൻ പോയപ്പോ തെക്കോട്ട് ചെരിഞ്ഞ് കിടക്കുന്ന ഒരു വീടാണ്. അവിടെ ഒരിക്കലും രക്ഷപ്പെടാൻ, കാരണം ജേട്ടറുമായി എനിക്കുള്ള ഒരുപാട് കാലത്തെ ബന്ധമുണ്ട് തിരുവനന്തപുരത്ത്. അപ്പൊ അവിടെ എല്ലാം
ഗുരു പറഞ്ഞത് പ്രാർത്ഥന നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കുറേ കാലം ഒഴിഞ്ഞു ഇങ്ങനത്തെ പ്രശ്നം. അപ്പോ പ്രാർത്ഥന ഈ ചെയ്യുന്ന വീടുകളിൽ ഇതിന്റെ ഫലം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഗുരു പറഞ്ഞത് 5 സമയങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥന കൂട്ടണം. നിങ്ങളുടെ ജീവിതത്തിൽ 5 സന്ദർഭങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാർത്ഥന കൂട്ടണം. ഏതൊക്കെ 5 സന്ദർഭം? ഓർക്കെ അസുഖം വരുന്ന ക്യാൻസർ, കിഡ്നി ഫെയിലിയർ, രോഗങ്ങൾ നിങ്ങളിൽ വന്ന് കയറുമ്പോൾ പ്രാർത്ഥന കൂട്ടണം. 2, വീട് പണിയും ശക്തിയായ പ്രാർത്ഥന കൂട്ടണം എന്ന് പറഞ്ഞു. 3, വിവാഹം വീട്ടിൽ നടക്കാൻ പോകും. നിങ്ങളെ വിവാഹത്തിന്റെ കാര്യമായി പുറത്തു കഴിഞ്ഞ് എന്താ നമ്മോട് പറയാം? മുടങ്ങാതിരിക്കാനും പ്രശ്നങ്ങൾ വരാതെ അന്ത്യം വരെ കൊണ്ടുപോകാനും നിങ്ങൾ പ്രാർത്ഥിക്കണം. അല്ലേ? അങ്ങനെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും പൈസ ഉണ്ടായാൽ മതി, 10 പവന് 101 പവനും കയറിയില്ലെങ്കിൽ എന്താ പ്രോബ്ലം ചോദിക്കുന്ന ആൾക്കാർ നാട്ടൊക്കെ വിചാരിക്കണ്ട. ഈ രീതി നമ്മുടെ ആശ്രമ രീതിയിലാണെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. മനസ്സിലായോ? ഇതേപോലെ തന്നെയാണ് ഗുരു ഈ പറയുന്ന രീതികളിലൊക്കെ ഗുരു പറയും. മരണം വീട്ടിൽ, നമ്മുടെ വീട്ടിൽ മരണം നടന്നു കഴിഞ്ഞാൽ എൻ്റെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ആരെങ്കിലും നടക്കുമ്പോൾ 41 ദിവസം നിങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ്. പക്ഷെ നിങ്ങൾ ഈ 16 എവിടെ നിന്നൊന്നും എനിക്കറിയില്ല. എവിടെ നിന്ന് ഈ 16 എനിക്കറിയില്ല. നമ്മുടെ ബുക്കിലും വന്നു ഇപ്പടുത്ത് വന്നതിനെ മുമ്പുണ്ടായിരുന്നു. ഞാൻ ചിദാനന്ദപുരി സ്വാമിയോടെ ചോദിച്ചിട്ടില്ല. അവർക്ക് പറയും നമ്മുടെ ഒരു ഗ്രന്ഥത്തിലോ ഉണ്ടോ ഇദ്ദേഹം വേദം പഠിക്കുന്ന ആളാണ്? ഇല്ല, 16. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ മരണപ്പെട്ട പുഷ്കര സ്വാമിയുടെ വീട്ടുകാരിൽ പ്രാർത്ഥിക്കലാണ് സഹായ മന്ദിരത്തിൽ രക്ഷിച്ചെന്നാണ്. ഇവിടെ കണ്ണൂരുകാർക്ക് വലിയ വളരെ സന്തോഷം. ഈ 16 ദിവസം കണ്ണൂർസാമ മോഹൻലാണ്ട അന്നത്തെ ഈ വഴിക്ക് വരും. പിന്നെ വളരെ സന്തോഷം. മോണിലേക്ക് എന്താ പുസ്തകമാണ് പൈസ പറഞ്ഞോക്ക് എന്താ വരാൻ പറഞ്ഞു. ആരോ 200 പേര് എഴുതിയാണ് ബന്ധത്തിൽ ആഗ്രഹിച്ചു. ശരിക്കും നമ്മൾ നമ്മുടെ അച്ഛൻ്റെ അച്ഛൻ അല്ലെങ്കിൽ അമ്മയുടെ അമ്മ അതിനുള്ളിൽ കിടക്കുന്ന ആര് മരിച്ചാലും ശക്തിയായുള്ള പ്രാർത്ഥന നമുക്ക് വേണമെന്ന്. പിന്നെ ഗുരു പറയുന്ന സന്ദർഭങ്ങൾ, പ്രത്യേകിച്ച് ജയന്തി, കുംഭമേള, ഇതുപോലത്തെ വലിയ രീതിയിൽ നമ്മൾ ആസ്വദിച്ച് നടക്കുന്ന സമയങ്ങളിൽ ഗുരു പറയും ശക്തിയായി നിങ്ങൾ പ്രാർത്ഥിച്ചോ. പൗർണമി പോലത്തെ സമയങ്ങൾ, ഈ സമയങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ശക്തിയായി പ്രാർത്ഥന. അപ്പൊ പ്രാർത്ഥന നമ്മുടെ വീട്ടിൽ 2 പ്രാവശ്യമാണ് നടക്കുന്നെങ്കിൽ ഇങ്ങനത്തെ ഘട്ടത്തിൽ എന്ത് ചെയ്യണം? ഇത് മുടക്കില്ല, പിടിച്ചോ. അല്ലേ? നമ്മുടെയൊക്കെ ചില സന്ദർഭങ്ങളിൽ ചിലവര് പ്രാർത്ഥന പിന്നാലേക്ക് നമ്മുടെ കിടന്നിരിക്കും. രാവിലെ ഏറ്റവും പിന്നാലേക്ക് ആക്സിഡന്റ് ആയിട്ട് ഇരുന്നോളൂ ഈ മാവന്റെ അദ്ദേഹം ആക്സിഡന്റായി കിടക്കുമ്പോഴുള്ള പ്രാർത്ഥന ചിലപ്പോൾ നമ്മളോട് കൂടി പറയും. അസുഖം വന്നത് അപ്പൊ നമ്മുടെയൊക്കെ ചില സന്യാസിമാർക്ക് അല്ലെങ്കിൽ നമ്മുടെ ഗൃഹസ്ഥന്മാരായ ചിലവർക്ക് ഇവിടെ തന്നെ ആരെങ്കിലും വയ്യാമെന്ന് അറിയിച്ചാൽ തിരിച്ച് ഞങ്ങളോട് ഗുരു അറിയിക്കും, എടാ നീ പുഷ്പാഞ്ജലി സമയത്ത് കഠിനമായി പ്രാർത്ഥിക്കും. ഗുരുവിനോട് അറിയണം. ആ വീട്ടുകാരോടും പ്രാർത്ഥിക്കാം. എന്താണ് ഇതിന്റെ കാരണം? നമ്മുടെ ജീവന്റെ പുണ്യക്കുറവാണ് ശരീരമാവുന്ന മാധ്യമത്തിൽ എന്തായാലും അസുഖങ്ങളായി. അപ്പൊ ഈ അസുഖം വരുന്ന സമയങ്ങളിൽ നമുക്ക് സംശയങ്ങൾ. അപ്പൊ ഈ ടീച്ചർക്ക് ഫുൾ സംശയം. എപ്പോ മകൾക്ക് അസുഖം, മെഡിക്കൽ സയൻസ് ഒരു വഴി കൂടെയാണ് അല്ലേ? ഞാൻ പറയുന്നത് തെറ്റുണ്ടോ? അവർ കുടുംബക്കാരൊക്കെ MD ഡോക്ടർമാരാണ്. അവർ പറയുന്നത് ട്രീറ്റ്മെന്റും
എഴുത്തും വായനയും അറിയാത്ത സർവസ്വമായ ബ്രഹ്മസ്വരൂപനായ നമ്മുടെ ഗുരു പറഞ്ഞു വിശ്വാസം. ഗുരു എന്താണോട് പറഞ്ഞു? ചെറിയ ട്രീറ്റ്മെന്റ് ചെയ്യാം, പ്രാർത്ഥന, കഠിനമായ പ്രാർത്ഥന വേണം. അപ്പോഴാണ് ഈ യോഗം എന്താണ്? നമ്മുടെ ശരീരം അനേക തരത്തിലുള്ള കോശങ്ങളും ഗ്രന്ഥികളും എൻസൈമുകളും ഇതുപോലത്തെ സാധനങ്ങളെല്ലാം ചേർന്നതാണ് അല്ല നമ്മുടെ ശരീരം. ഞാനിങ്ങനെ കൈ നോക്കുമ്പോൾ തന്നെ ദശലക്ഷം രീതിയിലുള്ള ന്യൂറോൺസ് പ്രവർത്തിച്ചു ഒരു സെക്കൻഡിൽ. ഇതെല്ലാം പ്രവർത്തിക്കാനുള്ള കാരണം ഒരു യോഗമാണ്. ഈ യോഗത്തിന്റെ അടിസ്ഥാനമായി വരുന്നത് എന്താ? എന്റെ ജീവൻ. ഈ ജീവന് ശ്രേഷ്ഠമില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ശാന്തിഗിരി ആശ്രമത്തിൽ വരാൻ പുറപ്പെടുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ഒരു വേദന വരും. ഈ വേദന നിങ്ങളെ തടസ്സപ്പെടും. എന്തെന്ന്? ആശ്രമത്തിൽ നിൽക്കാൻ സമയത്ത് സലീലിനോട് ചോദിച്ചാൽ, സലീലിനവിടെ പല കാര്യങ്ങളും ഞാൻ പിടിച്ചു നിർത്താൻ നോക്കുമ്പോ ഇങ്ങനെയാണ് പറയാൻ. എന്താ കാരണം? ഈ ശരീരത്തിന്റെ യോഗത്തിൽ ഇത് പ്രവർത്തിക്കും. നമ്മുടെ ജീവിതം ഇത് പ്രവർത്തിക്കണമെങ്കിൽ അസുഖം വരുമ്പോൾ കഠിനമായി പ്രാർത്ഥിക്കും. നിങ്ങൾ ഇന്നലത്തേക്ക് പത്രങ്ങൾ വായിക്കുന്നുണ്ടെങ്കിൽ നോബൽ സമ്മാനം കിട്ടി കുറേ കണ്ടു. നമ്മുടെ ഗുരുവാണിക്ക് നോബൽ സമ്മാനം കിട്ടി കണ്ടു. ഏതാ കിട്ടത്? നോബൽ സമ്മാനം കിട്ടി. ഞാനിവിടെ എഴുതിയിട്ടില്ല, അതുകൊണ്ടല്ല. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞ ഞാൻ ഈ 3 പേർക്ക് 3 ഡോക്ടർമാരാണ്. ആ 3 പേരും കൂടി ഒരു കാര്യം കണ്ടെത്തി. എന്താ കണ്ടെത്തിയത്? നമ്മുടെ ശരീരത്തിനെതിരോ അല്ലേ? എന്റെ ശരീരം എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് ആയിരുന്നു അല്ലേ? അവന്റെ ശരീരം അവനെതിരെ. അപ്പൊ അവനൊന്ന് മനസ്സിലാകുന്നത് എന്താ സംഭവിക്കുന്നത് അല്ലേ? അവർക്ക് അങ്ങനെ സംഭവിച്ചു. അവൻ ഫസ്റ്റ് ക്ലാസ്സോട് പാസ്സായാലോ? ഇവിടെ പലർക്കും അങ്ങനെ. ഇതിന്റെ പേരാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്. നമ്മുടെ ശരീരത്തിനെതിരാണ്. അതുകൊണ്ടാണ് ചിലപ്പോൾ നമ്മൾ ഹാർട്ട് കൊണ്ട് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ചെയ്യും. പുറമേയുള്ള ഹാർട്ട് കൊണ്ടുവന്ന് നമ്മുടെ ശരീരത്തിൽ കൊണ്ടുവച്ചാൽ അത് റിജക്ട് ചെയ്യും. ചില മെഡിസിൻ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ പ്രശ്നമുണ്ടാകും അല്ലേ? സത്യം. ഇതിനെ കണ്ടുപിടിച്ച് 3 ഡോക്ടർമാർ, അറിയോ? ഡോക്ടർമാരെ മേരി ഫ്രാങ്കോ ഒരാളുടെ പേരാണ് കേട്ടോ. ഫെഡറൽ ഷിമോൺ സുഗാജി, ജപ്പാൻകാരാണ്. ഇവര് 3 പേരും കണ്ടുപിടിച്ചത് ഈ ശരീരം യോഗമായി നിൽക്കുന്നത് T സെല്ലുകൾ ഉള്ളത് കൊണ്ടാണ്. ഈ ശരീരം ഈ കണ്ണുപോലും നമുക്കെതിരാവും. അതാണ് ഷുഗർ. എന്താ? നമ്മുടെ ശരീരം നമുക്കെതിരാവും. അപ്പൊ ഇൻസുലിനെ എന്ത് ചെയ്യാം? ശരീരം. അപ്പൊ എന്റെ നാട്ടിന്റെ അടുത്ത് GLP എന്താണ് പ്രശ്നം? അവൻ വർക്ക് ചെയ്യും. ഇതൊരു യോഗത്തിന്റെ കർമ്മഗതിയുടെ വരുന്ന ഈ വശം ഗുരു പറഞ്ഞു. ഇങ്ങനത്തെ അസുഖങ്ങൾ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ശക്തിയായി പ്രാർത്ഥിച്ചിട്ട് ഈ ജീവനെ നിങ്ങൾ ഉയർത്തണം. ഇങ്ങനെ ഉയർന്നു വരുന്ന ജീവൻ വരുമ്പോഴാണ് ഈ സാറ് 3 ദിവസം ബോധമില്ലാതിരിക്കുന്നത്. 3 ദിവസം അതിനെ ഉയർത്താൻ. അവിടെ നിങ്ങൾ എന്ത് മെഡിസിൻ അപ്ലൈ ചെയ്താലും മോണിഷ് ഡോക്ടറൊക്കെ പഠിക്കണം. ഡോക്ടറൊക്കെ ഒന്ന് വായിച്ചു. അപ്പൊ അവരിനിപ്പോ പുതിയതായി കണ്ടുപിടിക്കാൻ പോകുന്നത് സ്റ്റെം തിയറി വെച്ചുകൊണ്ട് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ പൊക്കിൾ കൊടി ഇട്ട് വയ്ക്കുക. നമ്മൾ ജനിക്കുമ്പോൾ എടുത്തു വെക്കണം. നമ്മളെ പൊക്കിൾ കൊടി 10,000 രൂപ എടുത്താൽ എടുത്തു വയ്ക്കും. എന്തിനാണ്? നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോൾ ജനിക്കുമ്പോൾ നമ്മുടെ DNA അപ്പം തന്നെ എടുത്തു. അപ്പോൾ 1 വർഷം നമ്മൾ ജനിക്കുമ്പോഴുള്ള DNA ഇപ്പോൾ ഉള്ള DNA നമ്മൾ വ്യത്യാസപ്പെടുന്നു.
ഇതിന്റെ എന്ത് കുറവുകൊണ്ടാണ് എനിക്ക് ഈ അസുഖങ്ങളൊക്കെ വന്നതെന്ന് കണ്ടുപിടിക്കുക. ഇതിനുള്ള റിസൾട്ടാണ് ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് ഗുരുവാണ് അല്ലെ? ഗുരു നമ്മളോട് എത്രയോ കാലങ്ങൾക്ക് പറഞ്ഞു, നിന്റെ ജീവന്റെ പുണ്യക്കുറവ് ശരീരമാകുന്ന മാധ്യമത്തിൽ വ്യാധിയായിട്ട് വരും. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നിന്റെ ജീവനെ ഉയർത്തണം. പൗർണമി എന്ത് ചെയ്യണം? ന്യായപ്രമാണം പറഞ്ഞ് വീട്ടിലിരുന്ന് പോകണം. ആരെങ്കിലും തൊട്ട് വീട്ടിൽ തത്താൽ അവിടെ പോയി ഇരുന്ന് എന്ത് ചെയ്യണം? അവനെ ഇട്ടിട്ട് കുഴിയിലിട്ട് കത്തിരിച്ചിട്ട് വരാം. പിന്നെന്താണ്? തൊട്ട വീട്ടിൽ എവിടെയെങ്കിലും കല്യാണം ഉണ്ടെങ്കിൽ പൗർണമി ആദ്യം മാറ്റി വയ്ക്കും. നല്ല സദ്യ മുട്ടടിച്ച് കല്യാണം പൗർണമിയാണ് ആദ്യം. തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യണം? പൗർണമി ദിവസങ്ങൾ, വ്യാഴാഴ്ച ദിവസങ്ങൾ, ആരാധന, ഇവയിൽ അസുഖം വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? വാർദ്ധക്യമായ അസുഖമൊന്നും അത് നമ്മളിപ്പോ വന്നിട്ട് നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് ഈ യോഗത്തെ മാറ്റി നമ്മൾ പുറത്തു പോയത് ഈ ശരീരത്തിന് കൊടുക്കും. ശരീരത്തിന്റെ അർത്ഥം എന്താണ്? ശരീരം എന്നതിന്റെ സംസ്കൃതത്തിനകത്ത് ബുദ്ധമാസമായ ശരീരം എന്താണ്? സഹിച്ചു പോകുന്നത്, നശിച്ചു പോകുന്നത്. ദേഹം എന്നതിന്റെ അർത്ഥം ദഹിച്ചു പോകുന്നത്. അപ്പൊ ഇതിനൊരു പ്രത്യേക സമയമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇത് എത്ര സമയം വർക്ക് ചെയ്യുള്ളൂ? ഇത് സഹിച്ചുകൊണ്ടേയിരിക്കണം. ഡെയിലി 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 ഇല്ല. അതാണ് ശരീരം. അപ്പൊ അതിനൊരു ടൈം വരെ വർക്ക് ചെയ്യും. അപ്പൊ ഈ ടൈം വരെ വർക്ക് ചെയ്യുന്നതിനെ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ചിട്ടയായി അതിന് എനർജി കൊടുക്കണം. ചിട്ടയായ എനർജി എങ്ങനെ കൊടുക്കണം? പ്രാർത്ഥന ചിട്ടപ്പെടുത്തണം നമ്മൾ. അപ്പൊ ശരീരത്തിൽ എപ്പോഴെല്ലാമാണ് രോഗങ്ങൾ വരുന്നത്, വേദന വരുന്നത്, അസുഖങ്ങൾ വരുന്നത്, ആദ്യം നമ്മൾ എന്നെ അറിയിക്കണം, ഗുരുവിനടുത്ത് അറിയിക്കണം. അപ്പൊ ഗുരു പറയുന്നത് ഡോക്ടറെ കാണിച്ചു പോവാ. അപ്പൊ ഇംഗ്ലീഷ് കഴിക്കണോ? ഇത് പറഞ്ഞു. അപ്പൊ നമ്മളോട് പറയും, എടാ ആദ്യം ഇംഗ്ലീഷ് കാണിക്കുക, ഒപ്പം ഹോമിയോ കൂടി കഴിക്കുക. ഇത് രണ്ടും അല്ല ശരി. എന്താ കാരണം? നമ്മുടെ ഉള്ളില് ഒരു ആഗ്രഹം വെച്ച് പോയതുകൊണ്ടാണ് രണ്ടും കാരണം. എന്നിട്ട് എന്ത് പറയും? കഠിനമായി പ്രാർത്ഥിക്കാൻ പറ്റണം. എന്നിട്ട് ഭാര്യയ്ക്കാണെങ്കിൽ ഭർത്താവിനോടോ മക്കളോടോ എന്ത് പറയും? എടാ അസുഖം മാറിക്കുവാൻ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം. പുഷ്പാഞ്ജലി എഴുതി പ്രാർത്ഥിക്കാം. അതൊരു സമയമാണ്, ഒരു ഘട്ടമാണ്. ആ ഘട്ടം കിടക്കണം. ആ സമയത്ത് കഠിനമായി പ്രാർത്ഥിക്കാനാവത് നമ്മുടെ പിതൃക്കളിൽ നിന്ന് നമുക്ക് കിട്ടണം. അതൊരു യോഗമാണ്. നമ്മുടെ പിതൃക്കളും ആരാധിച്ചിരിക്കും ചേർത്തൊരു യോഗം ഉണ്ടെങ്കിൽ എന്ത് തോന്നുള്ളൂ? പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ രാജേശ്വര ഫലത്തെയും എപ്പോഴെങ്കിലും വായിക്കും കുട്ടി കേൾക്കുന്നു. എത്ര പറഞ്ഞാലും രണ്ടുപേർക്ക് മനസ്സിലാകും. എന്താ കാരണം? ഈ മൂന്നെണ്ണം യോഗത്തിലല്ല. അപ്പൊ എന്ത് വരും? നമുക്ക് എന്തെങ്കിലും വിഷമതകൾ വരുമ്പോ ഈ ഭാര്യ എണീച്ചു തരാൻ വയ്യാതെ വന്നതാണ്. ഭാര്യ പിടിച്ച് ഓടി നടക്കും. പ്രമോദേട്ടൻ ഇപ്പോൾ മെഡിക്കൽ സയൻസിന് അത്ഭുതവും അറിയില്ല, എല്ലാവരും പെർഫെക്റ്റ് ആണ്. പക്ഷെ അദ്ദേഹം ഇന്നും അടുക്കളയിൽ നിങ്ങളുടെ ആഹാരം ഉണ്ടാക്കി. എന്താണ് അതിന്റെ കാരണം? ഈ ജീവന് പ്രാർത്ഥന കൊണ്ട് അർത്ഥം കിട്ടുമ്പോൾ ഇത് ഈ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും ഒരേപോലെ പ്രവർത്തിക്കും. അപ്പൊ എന്ത് വരും? അക്ഷയ പരമെന്ന് മൈക്കിൽ നിന്ന് സംസാരിക്കാതെ ചെയ്യുന്നു. ഇല്ലെങ്കിൽ മൈക്ക് കാണുമ്പോൾ സംഭവിക്കും, ചിലപ്പോൾ വീഴും. ഇതാണ് നമ്മുടെ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ എന്താണ് അതിന്റെ അടിസ്ഥാനം. നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാൽ നമുക്ക് ആൻസർ അറിയില്ല. ലോട്ടറി നമ്മുടെ കയ്യിൽ വരും, ആ നമ്പർ നമുക്ക് അടിക്കാനുള്ള നമ്പർ നമ്മൾ എടുത്തില്ല. ഇതാണ് യോഗം എന്ന് ഗുരുവ്. അതാണ് ശിവനും പാർവതിയും തമ്മിലുള്ള പ്രശ്നം. അതാണ് ശിവക്ഷേത്രത്തിൽ എന്തും വന്നിട്ട് നമ്പൂരി പ്രാർത്ഥിക്കും, എനിക്ക് ലോട്ടറി അടിക്കുന്ന പ്രാർത്ഥന. അപ്പൊ പാർവതി ഒരു ദിവസം ചൂടായി. ആരോട്? ശിവനോട്. എന്താ പറഞ്ഞത്? ഇയാൾ ഇത്രയും പ്രാർത്ഥിക്കുന്നു, വർഷങ്ങളായി ഒരു ലോട്ടറി കൊടുക്കുന്നില്ല. ശിവൻ മറുപടി പറഞ്ഞത്, ഇനി ഭ്രാന്തി, അവനോട് ഒരു ലോട്ടറി എടുക്കാൻ പറഞ്ഞു. എന്നാലേ എനിക്ക് കിട്ടുമല്ലോ. ലോട്ടറി എടുക്കാത്ത ലോട്ടറി കാര്യമുണ്ടോ? ഇല്ല അല്ലേ? എന്നതുപോലെ നമ്മളെല്ലാവർക്കും ദൈവം എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. യുഗത്തിന്റെ തെറ്റെന്താണ്?
ഈ കലിയുഗത്തിൽ ദേവീദേവന്മാരെ ആരാധിച്ചാൽ നിന്റെ അത് താഴേക്ക് പോകും. നിന്റെ ശരീരം അത് ഉൾക്കൊള്ളാതാകുമ്പോൾ നിന്റെ ശരീരത്തിൽ വിഗ്രാഹങ്ങളായ അവയവങ്ങൾ കുറഞ്ഞു. നമ്മുടെ രാജേഷിനോടെ ഉണ്ടോ? നമ്മുടെ രാജേഷ് കൺസ്ട്രക്ഷനിലൊക്കെ നിൽക്കുന്ന രാജേഷ് പശുവിനെ നോക്കുന്ന ആള് ഇല്ല, അങ്ങോട്ട് പോയി. ആ ഓക്കെ ഗുഡ്. അയാളെ കയ്യൊക്കെ ഇങ്ങനെ വളഞ്ഞിട്ടായിരുന്നു അല്ലേ? 100 അടുത്തൊക്കെ നമ്മൾ പോകുന്നു. എല്ലാവർക്കും ഡോക്ടറൊക്കെ കുറെ മെഡിസിൻ കൊടുക്കും. ഇപ്പൊ എങ്ങനെ മാറി? എങ്ങനെ മാറി? ജീവന് ശേഷിത്വം വരുമ്പോ എന്ത് പറയും? നമ്മുടെ ശരീരത്തിലെല്ലാം കറക്റ്റാണ്. അപ്പൊ അസുഖം ശക്തമായ രീതിയിൽ ഏത് അസുഖം വരും കഠിനമായ പ്രാർത്ഥന നമുക്ക് ആവശ്യം. എവിടെയാണോ എന്തിന്റെ യോഗക്കുറവ് കൊണ്ടാണോ എന്റെ ജീവനിൽ ഈ കുറവ് വന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രാർത്ഥിക്കും. ചിലപ്പോൾ പൗർണിക്കായിരിക്കും പറയാം, ചിലപ്പോൾ കൊമ്പ് കൊടുക്കാൻ പറയും, ചിലപ്പോൾ ദീപം കൊടുക്കാൻ പറയും, ചിലപ്പോൾ എല്ലാ യാമത്തിലും നമുക്ക് പ്രാർത്ഥിക്കാൻ പറയും. അത് ദൈവത്തിന് മാത്രം അറിയുന്ന ഒരു അറിവാണെങ്കിൽ അത് അനുഭവം ഉള്ളവർക്ക് പറഞ്ഞുതരാൻ പറ്റുന്നതാണ്. അപ്പൊ അസുഖങ്ങൾ വരുന്നു എന്ന് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിന്റെ പ്രാർത്ഥനയുടെ ചിട്ടയിൽ എക്സ്ട്രാ 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 പ്രാർത്ഥിച്ചു. പക്ഷെ അപ്പൊ നമ്മൾക്ക് എന്ത് തോന്നും? പ്രാർത്ഥിച്ചിട്ട് എന്ത് പിണ്ണാക്കാണെന്നുള്ള തോന്നൽ ഉള്ളിൽ വരും. ഉറപ്പാണ്. ഞാൻ അതൊരു ക്യാൻസറിന്റെ കാര്യം പറഞ്ഞു, ഇടുക്കിയില് അല്ലേ, തൊണ്ടയിൽ ക്യാൻസർ വന്നു, അത് ജീവനോടെ ഇരിക്കും. പക്ഷെ അവൻ്റെ അമ്മ പറഞ്ഞ കാര്യം എന്താണ്? അമ്മക്കൊരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. അപ്പോ എവിടെ കൊണ്ട്? വെല്ലൂരെ കൊണ്ടുപോയി അല്ലേ? വെല്ലൂര് MBBS MD FRC അതൊക്കെ കഴിഞ്ഞവർ പറഞ്ഞിട്ടുള്ള കാര്യത്തെക്കാൾ വലുതാണോ എഴുത്തും വായനയായിട്ടും നിങ്ങളുടെ സ്വാമി പറയണമെന്നാണ് മാസ്റ്റർ ചോദിച്ചത്. മനസ്സിലായോ? അവിടുത്തെ ഇതിനേക്കാളും പഠിച്ച ആരും അമേരിക്കയിലൊക്കെ പോയി ഡിഗ്രി എടുത്തതാണ് വെല്ലൂര്. ഇപ്പൊ നമ്മുടെ തിരുവനന്തപുരത്തൊക്കെയായി കോഴിക്കോടുണ്ട് ക്യാൻസർ നോക്കാനൊക്കെ. പക്ഷേ അന്നത്തെ അല്ലെങ്കിൽ നമ്മുടെ ആദ്യത്തെ ഗുരുകുല ബ്രഹ്മനിവേദനായ സ്വാമിയുടെ ബന്ധുക്കാരായതുകൊണ്ട് തന്നേക്ക് വിളിച്ച് അവരെ വിളിപ്പിച്ചു കൊണ്ടുവന്ന് ഗുരുവിന്റെ മുന്നിൽ കൊണ്ടുവന്നപ്പോൾ ഗുരു പറയുന്ന വാക്കതാണ്, എനിക്ക് എഴുത്തും വായനയൊന്നും അറിയില്ല, ഞാൻ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് ഇവിടെ ഒരു എന്തിന്റെ ക്യാൻസർ സെന്റർ അവിടെ കൊണ്ടുപോയി അല്ലേ? അപ്പൊ അവൻ എപ്പോഴും ആ ദുഃഖത്തോടെ ഈ മൈക്കിന്റെ മുന്നിലൊക്കെ അവൻ സംസാരിക്കുമ്പോൾ നമ്മൾ കരയും. അവൻ പറയുന്നത്, ആ ഡോക്ടർ എന്റെ മോട്ടിക്ക് നോക്കിയിട്ട് ഇങ്ങനെ നോക്കണ്ടാണ്, ഈ ഒരാഴ്ചയിൽ എനിക്ക് ജീവനുണ്ട്. എന്റെ ഉള്ളിലെന്താ? ഒരാഴ്ചയിൽ ഞാൻ ചാവുള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചോദിച്ചാലും എനിക്ക് അമ്മ അച്ഛനൊന്നും വാങ്ങിത്തരില്ല. കാരണം എന്താ? ഇല്ലേ, ആഴ്ച കഴിഞ്ഞ് എന്റെ ജീവിതം ഞാൻ തീരാവുള്ളൂ. ചാവാൻ പോണതിന്റെ അവസാന നിമിഷങ്ങളാണ്. ഡോക്ടർമാർ അതാ എഴുതി, RCC മരുന്നും പറഞ്ഞു, എല്ലാ വഴി ക്യാൻസറാണ്, ഓട്ടം എല്ലാം പോയി. അപ്പൊ അവന്റെ ഉള്ളിൽ അവന്റെ യോഗമായ ജീവൻ അവനെ പറഞ്ഞു, ഗുരുവിന് മാത്രം രക്ഷിക്കാൻ സാധിക്കും. ഗുരുതരാവസ്ഥയിൽ ഇരിക്കുക അല്ലെ അവന്റെ ജീവൻ. എന്താണ് ഗുരുതരാവസ്ഥ പറഞ്ഞത്? എന്താണ് ഗുരുതരാവസ്ഥ പറഞ്ഞത്? ഗുരുവിന് മാത്രം കടത്തിവിടാൻ പറ്റുന്ന അവസ്ഥ. അവൻ അമ്മയുടെ പൊക്കത്തു നിന്ന് ഇറങ്ങി നേരെ ചെന്ന് ഗുരുനാഥ കാലിലാണ്, ഗുരുവിന്റെ കാലിലാണ്. അവിടെയാണ് അതിന്റെ ആ മഹിമ. അവന് മുള്ളലിലൊക്കെ വന്ന് അവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. രാജ്യത്ത് പല പ്രാവശ്യം വസ്തു വരും. എന്നാലും അന്ന് ഞാൻ ഇങ്ങനെ പറയുകയും ഇപ്പൊ നമ്മുടെ ഉള്ളിൽ നിന്ന് ഭക്തി വരും ഗുരുവിന്റെ ആ കാര്യം. അവരുടെ ആ കാലിങ്ങനെ ഗുരുവിന്റെ കാലിലേക്ക് പിടിച്ചിട്ടുള്ള ഗുരുവിന്റെ ആ ശരീരത്തിന് ചൂടൊക്കെ തട്ടിയിട്ട് അവൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്നെ രക്ഷിക്കണേ, എന്റെ ആവ് മാറ്റി തരണേ, ആവുന്നാണ് പറഞ്ഞത്. കുറേ നേരത്തെ നിശബ്ദയ്ക്ക് ശേഷം ഗുരു പറഞ്ഞു, ശരി ഞാനൊന്ന് നോക്കാം. എന്നിട്ടുള്ള ഭസ്മം അവൻ പറയുന്നത്, ആ തണുപ്പ് ഇന്നും എന്റെ എവിടെയുണ്ട്? അതിന്റെ മണം. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ എന്റെ വേദന കുത്തി താഴ്ന്നു. പക്ഷെ അവനോട് എന്താ പറഞ്ഞ ഒരു വീട്ടുകാരോട്? ശക്തിയായ 41 ദിവസം പ്രാർത്ഥിക്കാം. ഒരു ഘട്ടമാണ്. അവൻ പഠിച്ചിട്ടില്ല, 3ാം ക്ലാസ്സിൽ ഇപ്പോൾ പേജിമണിക്ക് വന്നപ്പോൾ. പക്ഷെ ആൾ മിടുക്കനാണ്, ഒരുപാട് കഴിവുകൾ. പക്ഷേ അവന്റെ ആ ജീവൻ 41 ദിവസം കഴിഞ്ഞ് മാറിയിട്ട് ഇതേ ഡോക്ടർമാർ മുന്നപ്പോൾ ഡോക്ടർ ഞെട്ട്, എന്താണ് നിങ്ങൾ ചെയ്യുന്നത്?
അതിലൊരു ഡോക്ടർ വന്നു ഗുരുവിനെ. അപ്പൊ ഇത് ഇന്നത്തെ നോബൽ സമ്മാനം കിട്ടിയവർ പറയും, നമ്മുടെ ശരീരം നമുക്കെതിരാകുമ്പോൾ ഓരോ സെല്ലുകളും അതിൻ്റെ ഡിഫൻസ് സിസ്റ്റം തെറ്റുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അത് സെല്ലുകൾ തെറ്റുന്നു. ആ സെല്ലുകൾ പിന്നീട് ഒന്നിച്ചൊന്നിച്ച് ഗ്രോത്തായി വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവിടെ ഒരു തെറ്റായ ഒരു ഗ്രോത്ത് ഉണ്ടാവും. അതിന് കാരണം നമ്മുടെ ജീവന് അവിടെയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ധർമ്മം സൂക്ഷിക്കാൻ പറ്റാത്ത രോഗം വരുമ്പോഴാണ് നമുക്ക് ആ രോഗം. അതേപോലെ തന്നെ നമുക്ക് മാനസിക രോഗങ്ങൾ വരുന്നു. എൻ്റെ ബ്രെയിനും എൻ്റെ മനസ്സും എൻ്റെ ജീവനും തമ്മിലുള്ള ബന്ധം വിട്ടുപോകും. അവിടെ എൻ്റെ ഉറപ്പില്ല. അത് എന്ത് മെഡിസിൻ കഴിച്ചിട്ട് കാര്യമില്ല, പണി ഉറങ്ങും കഴിച്ചു. ഇവിടെ പലരും ചോദിച്ചാൽ അവർ കൊടുക്കുന്ന മെഡിസിൻ എന്താ? ഉറങ്ങാൻ. നല്ല കിടന്നോ, ഉറങ്ങണമെങ്കിൽ അവർ ചാർജാവും. അത്രയും ഇങ്ങനെയൊന്നും പറയുന്നത്. നമ്മൾ ഉറക്കം നമ്മുടെ ജീവനിൽ ചാർജ് ചെയ്യും. അതാണ് ഗുരു പറയുന്നത്, ജാഗ്രതയിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും എന്ന് പറയുന്ന ഒരു വശത്തേക്കും ഇത് സംസാരിക്കുന്നത്. പിന്നീട് നമ്മൾ നോക്കണം. ഇവിടെ ഗുരു നമ്മളെ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു കാര്യം, എപ്പോഴൊക്കെയാണോ ഈ ജീവന്റെ വശം കൊണ്ട് നമുക്ക് ഇതുപോലത്തെ കുറവുകൾ വരുന്നത്, അത് നിങ്ങളുടെ ഏതിലായോ അവിടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല. ആ പ്രാർത്ഥനയുടെ ഫലം കൊണ്ട് നമ്മുടെ ജീവനിൽ കിടക്കുന്ന അനേക ജന്മനാലുള്ള രോഗങ്ങൾ നമ്മളെ മാറിപ്പോകും. നമ്മുടെ പ്രഭാകരൻ സാറിന്റെ ഒരു അനുഭവം പറഞ്ഞു. അത് ISO സയന്റിസ്റ്റാണ്. അദ്ദേഹം വളരെ ചെറുപ്പമായിരിക്കും ഗുരുവിന്റെ അടുത്ത് വന്ന ആൾക്കാരുണ്ട്, കുടുംബങ്ങൾ. ഈ കണ്ണിന് ജന്മന അദ്ദേഹത്തിന് വേദനയുണ്ട്, കണ്ണിന് കാഴ്ചയുടെ പ്രശ്നം. പല ഡോക്ടർമാരും പല രീതിയിലുമാണ് പറയുന്നത്. ഗുരു പറഞ്ഞത് പ്രാർത്ഥന. ഒപ്പം എന്താണ് ചെയ്ത്? എരിച്ച എണ്ണ, അല്ലെ, നമ്മുടെ വിളക്കുന്ന എടുക്കുന്ന എണ്ണ എന്താ ചെയ്യാൻ പറഞ്ഞു? കണ്ണിൽ കൊടുക്കാം. ദൈവം റിട്ടയർഡായിട്ട്, അല്ലേ, അദ്ദേഹത്തിന് മകൻപടി കണ്ണൂരിൽ അറിയോ? കല്യാണം കഴിച്ചിട്ട് കണ്ണൂരിൽ, അല്ലേ? ഞാൻ കഴിഞ്ഞ ആഴ്ച കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഒരാൾ കൂടാൻ വേണ്ടിയിട്ട് പായസം ഉണ്ടാക്കിയില്ലെന്ന് വൈകി കൊണ്ടുവന്നായിരുന്നു. നമ്മളൊരു ഫ്ലാറ്റിൽ താമസിക്കും. ഈ നമ്മുടെ ഏറ്റവും അടുത്ത ഒറ്റപ്പെട്ടാണ്. എന്തോ ഓരോ സാരിയൊക്കെ പഠിച്ച് മാറ്റിയെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ട്. എന്തായാലും ഇത് മിനിഞ്ഞ കഴിഞ്ഞ ആഴ്ചയില്ല, അവരാരോ അവരുടെ ഭർത്താവിൻ്റെ ഇല്ലേ കാർത്തിക, ആ പെൺകുട്ടിയെ അവര് ആ മകൻ കല്യാണം കഴിച്ചു, പ്രഭാകരൻ സാർ, അല്ലേ? അപ്പൊ ഇതുപോലെ ഓരോ ജന്മനായി ഉണ്ടായിട്ടുള്ള ഓരോ കർമ്മഗതികളെയും ഗുരു പ്രാർത്ഥന കൊണ്ടും ഇതേപോലത്തെ യാമപ്രാർത്ഥനകൾ കൊണ്ടാണ് തീർത്തിരിക്കുന്നത്. പാലക്കാട് ഒരു ശിവേട്ടൻ എന്ന ആളുടെ, ബാക്കിയെല്ലാവരും ശിവമാമെന്നൊക്കെ വിളിക്കുന്നു, വേറെ കഥ. അദ്ദേഹത്തിന് ഇതേപോലത്തെ ഒരു പ്രശ്നം വളരെ ശക്തമായ രീതിയിൽ നിൽക്കുമ്പോൾ ഗുരു പറഞ്ഞു, നീ കൃത്യമായ പ്രാർത്ഥനയ്ക്ക് ഇവിടെ വരണം. എല്ലാ ദിവസവും പാലക്കാട് ആശ്രമത്തിൽ പോയി പ്രാർത്ഥിക്കണം. ഹാർട്ടിൽ നിന്നൊരു കുറവ്, ഹൃദയത്തിന്റെ മുകളിൽ ആകാശത്തിൽ വന്നിട്ടൊരു കുറവാണ്, അതിന് ചികിത്സിച്ചാലും ശരിയാക്കാം. അപ്പൊ ഡോക്ടർ പറഞ്ഞെന്താ? ഓപ്പറേഷൻ വേണം. ഒരു പറഞ്ഞു ചെയ്താൽ ചെയ്യാൻ സമ്മതിച്ചു. ഇദ്ദേഹത്തിന് ഗുരു ആദ്യ സങ്കല്പത്തിൽ ലയിച്ച സമയത്ത് ഒരു ലാഘവത്വം. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോയ സമയത്ത് ഇദ്ദേഹത്തിനെ കാണാതായപ്പോൾ ശിശുഗുരു തെല്ലി പറഞ്ഞു, ആ ശിവൻ പറഞ്ഞ ആളെന്താ വരാതെ, അദ്ദേഹത്തിന് അർജന്റായിട്ട് എനിക്ക് കാണാം, പെട്ടെന്ന് വരാൻ പറയും. ഞാനത് പോയി പറയും. ഇവിടെ പറഞ്ഞ് പൊയ്ത്താണ്, നമ്മുടെ നാട്ടിലൊക്കെ പൊയ്ത്തല്ലേ. അത് കഴിഞ്ഞിട്ട് ഞാൻ പോകാം. പൊയ്ത്ത് പകുതി എത്തിയിട്ട് പണിക്കാരെ പോയി വിളിച്ചു. അയാളിങ്ങനെ കിടക്കുകയായിരുന്നു. പിന്നെ ഉണർന്നില്ല. പിന്നെ അയാള് ഉണർന്നില്ല. യാത്രയെ ഈ ലോകം വിളിപ്പിച്ചിട്ടും പോയി. 3 ദിവസം കഴിയുമ്പോൾ പേജറിൽ ഒരു മെസ്സേജ്, അല്ല മൊബൈലിൽ ഒരു മെസ്സേജ്, ശിവന്റെ യാത്ര പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇന്നലെ ഞാൻ പോയി കണ്ടു പറഞ്ഞാൽ ഇന്നലെ ഞാൻ അവിടെ പോയിരുന്നില്ല. ഞാൻ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അയാൾ പോയില്ല. ഹാർട്ടിലെ ആ പ്രശ്നം അദ്ദേഹത്തെ ബാധിച്ചു. അപ്പൊ ഇതുപോലെ നമ്മളെ ദൈവം വിളിക്കുമ്പോൾ നമ്മൾ പോവുകയും
നമ്മുടെ ജീവന്റെ പുണ്യക്കുറവ് കൊണ്ട് വന്നിട്ടുള്ള അസുഖങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിച്ചു മാറ്റുക. ചിലതൊക്കെ മാറിപ്പോയി എന്ന് വിശ്വസിക്കും. അങ്ങനെ ചിന്തിക്കരുത്. പ്രാർത്ഥന കൊണ്ട് അങ്ങനെയുള്ള അസുഖങ്ങൾ നമ്മുടെ മാറ്റണം. ചിലപ്പോൾ അതുപോലത്തെ ഡോക്ടർമാരെ കാണിട്ട് മെഡിസിൻ കഴിക്കും. ആ മെഡിസിൻ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ യോഗമാണ്. അതാണ് ഇവിടെ വന്ന പല ഡോക്ടർമാരും പറയുകയാണ്. കൊറോണ സമയത്ത് ഏറ്റവും അപകടമായി നിൽക്കുന്ന ആള് ജീവിച്ചു വന്നു. വലിയ കുഴപ്പമില്ല, അവരുടെ ഹാർട്ടൊക്കെ കൊടുത്തത് ഒരേ മെഡിസിനാണ്, ഒരേ ഓക്സിജനാണ്. എന്തായാലും കാരണം ചോദിച്ചാൽ ജീവന്റെ ഈ ഏറ്റക്കുറച്ചിൽ. അതിനെ ഗുരു എപ്പോഴും നമുക്ക് പഠിപ്പിച്ചു തന്നത് സമയങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇതുപോലത്തെ സമയം ഞാൻ പറഞ്ഞ 5 സമയങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു കാര്യം ഞാൻ എടുത്തിട്ടുള്ളൂ, രോഗം. ഈ രോഗം എന്ന് പറയുന്ന അവസ്ഥയിൽ നമുക്ക് വരുമ്പോൾ പനി വന്നായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, ഒരു ബാക്ക് പെയിൻ ആയിക്കോട്ടെ, ഒരു കാലിന് ചെറിയൊരു പ്രശ്നമായിക്കോട്ടെ, അത് ഒരു ഘട്ടം. ഞാൻ തന്നെ ഒരു ദിവസം ഹോസ്പിറ്റലിൽ കടന്നിട്ട് വരും. കഴിഞ്ഞിട്ടില്ല ബുധനാഴ്ച പെട്ടെന്നൊരു വയറ്റിലൊരു വേദന വരും. നമ്മള് ഇവിടുന്ന് ഇവരെല്ലാം എടുത്തു. ഞങ്ങൾ നേരെ പോയി ഇവിടുത്തെ ഒരു വലിയൊരു ഹോസ്പിറ്റലിൽ പോയി. അവർ പിന്നെ നമ്മളെ താഴേക്കിടെ പിടിയാൻ മാക്സിമം ട്രൈ ചെയ്തു. അപ്പൊ അവര് എല്ലാവിധ ടെസ്റ്റുകളും നടത്തിയിട്ടും യാതൊരു കുഴപ്പവും കാണാതായിട്ട് സ്കാനിങ് എടുത്തിട്ടും അവർ അതിന്റെ അടി കഴിക്കും ഒരു ആക്സിഡന്റ് സംഭവിച്ച് ഇടിച്ചാൽ ഉണ്ടാവുന്ന അതുപോലത്തെ ഒരു പരിക്ക്. എവിടെ ആക്സിഡന്റ് ആയത്? ഞങ്ങൾക്ക് ആക്സിഡന്റ് ഒന്നും എനിക്ക് സംഭവിച്ചിട്ടുണ്ടാവും. ബട്ട് നിങ്ങളുടെ വയറ്റിന്റെ അടിയിൽ ശക്തമായി 5 സെന്റിമീറ്റർ നീളത്തിൽ, 1.5 സെന്റിമീറ്റർ വീതിയിൽ, 2.5 സെന്റിമീറ്റർ ആഴത്തിൽ ബ്ലഡ് ക്ലോട്ട് ആയിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ അടികൊണ്ടിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ആക്സിഡന്റ് ആയിരിക്കണം. അത് ഡോക്ടർ MBBS MD കഴിഞ്ഞവരുടെ കണ്ടുപിടുത്തമാണ്. ഞാൻ പറഞ്ഞു എനിക്കൊന്നുമില്ല, എനിക്ക് പോയത് നാളെ വ്യാഴാഴ്ച അല്ലേ, ഒരു ദിവസം ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യണം. അങ്ങനെ ഹീമോഗ്ലോബിൻ മെച്ചതാവോ മറ്റും ഈടാവോ എന്നതെല്ലാം ഞാൻ നോക്കുക. നമ്മുടെ വരുന്നേ ഉള്ളൂ അഖണ്ഡമാണ്. ഇത് സംഭവിക്കേണ്ടതായിരിക്കാം. ഞാൻ ചിലപ്പോൾ ആക്സിഡന്റിൽ ഇടിച്ച് വീണ്ടും ചിലപ്പോൾ ഞാൻ ഇതിലൊന്നും ഇല്ലെങ്കിൽ ആക്സിഡന്റ് ആയിട്ട് ഒരു 10-20 ദിവസം ആക്സിഡന്റ് കിടക്കണം. പരമകാരുണ്യവാനായ ഗുരുവിന്റെ കാരുണ്യം കൊണ്ട് അത് ഒരു 10 മണിക്കൂർ നമ്മൾ അവിടെ ICUവിനുള്ളിൽ സുഖമായിട്ട് ക്ലിപ്പൊക്കെ ഇട്ടിട്ട് ഈ ശബ്ദം കേട്ട് കിടക്കാനുള്ള അത് 6-7 മണിക്കൂർ 8 മണിക്കൂർ നമ്മൾ അവിടെ കിടക്കും. പക്ഷെ അത് നമ്മുടെ പ്രാർത്ഥന കൊണ്ടും ചിത്ത കൊണ്ടും ശൈലി കൊണ്ടും വരില്ല എന്നല്ല ഗുരു പറഞ്ഞു. വരും. പക്ഷെ അത് കണ്ണ് തട്ടുന്നത് തിരിയത്തിന് വല്ല തട്ടുന്നത്. ഇപ്പൊ ഗുരു നമ്മളെ കീഴിൽ അവിടെ നിന്ന് മാറ്റി നിർത്തിയിട്ട് മുൻപോട്ടാകും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ആ ചിത്ത സൂക്ഷിക്കണം. അതിന് പകരം നമ്മളെന്ത് ചെയ്യും? ന്യായപ്രമാണം കൊണ്ട് തകർക്കും അല്ലേ? അതിന് പറയേ നിങ്ങൾ ന്യായപ്രമാണം ഇനി 200-ആം വേണ്ടി പുസ്തകം കൊടുത്താൽ ന്യായപ്രമാണം എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇങ്ങനെയാണ് കുറെ പേര് വിളിച്ചിട്ടുണ്ട്. അവർക്കതാണ് കല്യാണമുണ്ട്, അവർക്കതെന്ന് മറിച്ചുണ്ട്, ക്ലാസ് ഉണ്ട്, സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്, അങ്ങനെ പോകണം ഇങ്ങനെ പോകണം, ഇതാണ് നഷ്ടം. പക്ഷേ ഇതെല്ലാം നമ്മുടെ ജീവന്റെ വശം കൊണ്ട് അതിന് തിരുത്താനുള്ള അറിവില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ടാണ് ഇവിടെ വന്നവർക്ക് തന്നെ സമയമില്ലാതെ. ആർക്കാണ് സമയമില്ലാത്തത്? സമയമില്ലാത്തവരെ ആർക്കാണ് സമയമില്ലാത്തത്? ആർക്കാണ് സമയമില്ലാത്തത്? എല്ലാവരും വന്നവർക്ക് പുസ്തകം ഓടിക്കുകയും ആർക്കാണ് സമയമില്ലാത്തത്? ഭാര്യയ്ക്ക് വലിയ കുഴപ്പമില്ല. ഭാര്യയ്ക്ക് ഇഷ്ടം പോലെ സമയം. എന്താണ് അതിന്റെ കാര്യം? ആർക്കാണ് സമയം ഇല്ല എന്ന് പറയുന്ന ആരാ? അറിയോ? ആർക്കെങ്കിലും പറ. എന്തിനായാലും ആർക്കും സമയമില്ല. എന്തായാലും പൈസ ഇല്ലാതെ ഓട്ടോയാണ്. അല്ലാതെ ആത്മശാന്തിക്ക് വേണ്ടി ആരും ഇവിടെ ഞാൻ കണ്ടിട്ടില്ല. ജീവന് ബാക്കിയുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരും ഇവിടെ നിങ്ങൾ കണ്ണൂർ ഇറങ്ങി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങനെ കണ്ണൂരിലെത്താൻ മുതൽ 20 കിലോമീറ്റർ മുമ്പും 1000-കണക്കിന് വാഹനങ്ങൾ അങ്ങോട്ട് ഓടുക. എന്തിനാ ഓടണം? ജീവിക്കാൻ. ആർക്കും സമയമില്ല. ഒരു പറഞ്ഞത് സമയമില്ലാത്തതിന്റെ അർത്ഥമില്ലാത്തൊരു സമയം ഉണ്ടാക്കുക.
ജീവന് ഭാഗ്യമില്ലാത്തവൻ എന്തില്ല, സമയമില്ല. അവനൊന്നും അവന്റെ അടുത്തേക്ക് വരും. ഏതെങ്കിലും സാധനത്തിന്റെ അടുത്തേക്ക് വരുമോ? ഭാഗ്യമുള്ളവൻ ഇരുന്നത്, അല്ലാത്തവൻ അമേരിക്കയുടെ അങ്ങേറ്റത്തിൽ കഷ്ടപ്പെട്ടാൽ എന്തുണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ അമ്മയോടൊക്കെ ഞാൻ പറഞ്ഞത്, ഡോക്ടർ നമ്മുടെ വൈദ്യുതി സഹോദരങ്ങൾ പേരക്കുട്ട കല്യാണം കഴിഞ്ഞിട്ട് വരാമോ? നമുക്ക് സമയമുണ്ടാക്കാൻ, അർത്ഥം നേടാൻ, നമ്മുടെ ശരീരത്തിൽ നിന്ന്, ഈ സഹിച്ചുകൊണ്ടിരിക്കുന്ന ശരീരത്തിൽ നിന്ന്, അല്ലേ, ഈ ശരീരത്തിന്റെ ധർമ്മം കഴിയുന്നതിന് മുമ്പ് നേടേണ്ടത് നേടി നമ്മൾ കടന്നു പോകണം. ഇല്ലെങ്കിൽ സഹിച്ചുകൊണ്ടിരുന്ന ശരീരത്തിൽ പല പ്രോബ്ലംസ് വരും. ആ പ്രോബ്ലംസ് വാഹനമാണെങ്കിൽ ഇവരെ വർഷാപ്പ് കൊടുക്കുക. ഇവിടെ ശരീരത്തിന്റെ ജീവന്റെ വർഷാപ്പ് എവിടെയാ? ആശ്രമം. ആശ്രമത്തിൽ കൊണ്ട് ഈ വർഷാപ്പില് ഗുരു പറയുകയാണ്, എന്നാ ഇത് വലിയ കുഴപ്പമില്ല, ഞാൻ ശരിയാക്കി വന്നപ്പോ ഗുരു പറഞ്ഞ അത്ര പോരാ, മെയിൻ വർഷാപ്പ് കൊടുക്കും. എവിടെയാണ്? കിഡ്സിലോ എവിടെയും. അവർക്ക് അറിയില്ല, അത് തിരിച്ചും മറിച്ചും. അവിടെയാണ് ഗുരു നമ്മളോട് പ്രത്യേകിച്ച് പറഞ്ഞത്, എടാ ഇങ്ങനത്തെ അസുഖങ്ങൾ വരുമ്പോൾ നിങ്ങൾ ചികിത്സ ചെയ്തു, ഒപ്പം എന്തുവാണ് അത് ഭരിക്കാനുള്ള യോഗം നിങ്ങൾക്ക് വേണം. അല്ലെങ്കിൽ ഡോക്ടർ ചെയ്തിട്ട് എന്ത് പറയും? ഡോക്ടർ അവസാനം എന്താ ഡോക്ടർ പറയാറില്ല? ഓപ്പറേഷൻ സക്സസ്, പേഷ്യന്റ് ഔട്ട്. ആരുടെ കുറ്റമാണ്? പോയി. ആരുടെ കുഴപ്പം? ഇവിടെ കുഴപ്പം പേഷ്യന്റിന്. ഇവിടെ പല കേസുകളും നമ്മൾ ടി വിയിലൊക്കെ കാണുമ്പോൾ പറഞ്ഞു, കുഞ്ഞുമ്പോ അടിയിൽ വെച്ചുപോയി. 1 ലക്ഷം പേരുടെ ഓപ്പറേഷൻ കഴിച്ച ഡോക്ടർക്ക് ഒരാൾക്ക് മാത്രം സംഭവിച്ചു. ആ സംഭവിക്കാതിരിക്കണമെങ്കിൽ നമുക്കെന്ത് വേണം? നമ്മുടെ ശക്തിയായ പ്രാർത്ഥനയും ചിട്ടയും നമുക്ക് വേണം. ഒന്നാമത്തെ രോഗം വരുമ്പോൾ തന്നെ നമ്മുടെ ജീവൻ എവിടെയാണെന്ന് ഓർക്കണം. അപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? കട്ടിക്കുള്ള പ്രാർത്ഥന സൂക്ഷിക്കണം. അതാണ് ഞാൻ നിങ്ങളോട് ഈ പറയുന്ന കാര്യം. ഇതിനാണ് ഇപ്പൊ നമ്മൾ 3 പേർക്ക് ഡോക്ടർമാർ കണ്ടെത്തി. എന്താണ്? ഒരു ശരീരത്തിൽ, നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ ഓട്ടോമിനി ഡിസീസസ് സംഭവിക്കും. ഇത് എപ്പോഴാണ് സംഭവിക്കാമെന്ന് ഗുരു പറഞ്ഞില്ല. എപ്പോഴാണ് സംഭവിക്കാറില്ല? നിങ്ങളുടെ ശരീരങ്ങൾക്ക് എതിരാവും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ ഭർത്താവിനോട് ഭയങ്കര ചൂടാവുന്നത് വരും, ലഹളയുണ്ടായി ഭയങ്കരമാണ്, അപ്പൊ നിങ്ങൾ ഗ്യാസ് ട്രബിൾ വരും. മണി ശ്രദ്ധിച്ചു, ദേഷ്യപ്പെട്ടോ ആ നിമിഷം എന്ത് സംഭവിക്കും? ഗ്യാസ് പ്രശ്നമൊക്കെ ഷൂട്ടാവും. എന്താ ഇതിന്റെ കാരണം? ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്. നിങ്ങളുടെ ശരീരം നിങ്ങൾക്ക് എതിരാവും. കാരണം നമ്മുടെ ശരീരത്തിൽ എല്ലാ സെല്ലുകളും ജീവനുള്ളതാണ്. ഒരു സെല്ലിലായാൽ 5 സമയത്ത് ഒരാളെ ഉണ്ടാക്കാം ഇന്നത്തെ മോഡേൺ സയൻസ്. അതുകൊണ്ടാണ് കൊറിയയുടെ നേതാവ് പോയപ്പോ വിസർജനം വരെ അവർ ഇട്ടുകൊണ്ടുപോയി, പേടിച്ചിട്ട്. അയാളെ DNA കിട്ടുമെന്ന്. അപ്പൊ ഒരു സെല്ല് തൊട്ട് എല്ലാ സെല്ലുകളും ഒരേപോലെ പ്രവർത്തിക്കുന്നപ്പോഴാണ് പ്രാർത്ഥിക്കുമ്പോഴാണ്. നമ്മള് അകമറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ സെല്ലുകൾ നമ്മൾ സിങ്കർനേഷൻ വരുന്നു എന്നാണ്. ഇതിന് നോബൽ സമ്മാനം കിട്ടിയിരുന്നു. ഓക്സിജൻ ഓസിലേഷൻ ഓഫ് സെൽ ബ്രിട്ടീഷുകാരാണ് കണ്ടെത്തിയത്. അതാണ് നമ്മുടെ ഇവിടെ ഹൃദയത്തിൽ തേച്ചാൽ, അല്ലേ, ഇവിടെ നീര് വറ്റം. എങ്ങനെ ഇവിടെ നീര് വരാൻ കാരണം എന്താ? ഇവിടെ ഒരു തട്ട് കിട്ടണം, അല്ലേ, അവിടെ നീര് വരും. എന്താ കാരണം? വേഗം പറ ഡോക്ടർ. ആ സ്ഥലത്തേക്ക് മറ്റു സെല്ലുകൾ തണുപ്പിക്കാൻ വേണ്ടി അവരുടെ വെള്ളം നീരൊഴുകും. അപ്പൊ അവിടെ നീർക്കെട്ട് പോലെ. അപ്പൊ നമ്മളെന്ത് ചെയ്യും? ഹൃദയരഞ്ജനിയെ പോലത്തെ ആക്സെപ്റ്റ് ചെയ്യും. അപ്പൊ ഇത് അക്സെപ്റ്റ് ചെയ്ത് അടുത്ത സ്ഥലത്തേക്ക് പോകും. മാമോഗ്രാം കൊണ്ടൊരു ചികിത്സ നിങ്ങൾക്കറിയാം. ആദ്യം സ്ത്രീകൾക്കാണ് കൂടുതൽ അറിയുന്നത്, അല്ലേ? അവരുടെ സ്ഥലങ്ങളിൽ വരുന്ന ക്യാൻസർ കണ്ടുപിടിക്കാനുള്ള ഏറ്റവും അത്യാധുനികമായ രഹസ്യമാണ്. അത് നമ്മുടെ ശരീരത്തിൽ കൂടെ കടത്തിവിടരുത്. ഈ ശരീരത്തിൽ കൂടെ എല്ലാം കറക്റ്റായ സെല്ലുകളാണെങ്കിൽ ഇത് കടന്നു. എവിടെയെങ്കിലും ഒരു സെല്ല് തെറ്റി നിൽക്കണമെങ്കിൽ എല്ലാവർക്കും ചെയ്യാം. അപ്പൊ ഇത് റിസർച്ച് പോലെ നോക്കിയപ്പോ കുറ്റം പറയുന്ന സമയം ഒരാളുടെ അസൂയ മുന്നിട്ട് കുശുമ്പ് പറയിപ്പിച്ചു. എന്ത് സംഭവിക്കും? എല്ലാ വയസ്സും
ഇങ്ങനെ സിഗ്സാഗിലാ പോകുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഓക്സിജൻ പോലും കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത്, നിങ്ങൾ പുറത്ത് കിടക്കുന്ന ചവറുകളൊന്നും ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നവരോട് പറയരുത്. പ്രാർത്ഥന ചെയ്യുമ്പോൾ നമുക്ക് വേറെ ഒരു ചിന്ത വരണം ഒന്നോട്ടെ. അത് വരുന്നത് ശരിയാണ്. കാരണം നമ്മളങ്ങനെ പ്രാർത്ഥിക്കാതിരിക്കുമ്പോഴായിരിക്കും ഭാര്യയെ കുറിച്ചുള്ള ദേഷ്യങ്ങൾ വരുന്നത്, ഭർത്താവിനെ കുറിച്ചുള്ള ദേഷ്യം വരും, അമ്മായിയെ കുറിച്ചുള്ള ദേഷ്യങ്ങൾ വരും, എല്ലാവരെയും കുറിച്ചും നമ്മുടെ വ്യാഴം. അതെല്ലാം വരട്ടെ നമുക്ക്. അതിങ്ങനെ വന്നു പോകും. അതില്ലാതെ പിന്നെ ആരെ ഉണ്ടാവുള്ളൂ? ഞാനും എൻ്റെ വന്ന് കുറെ കഴിയുമ്പോൾ അങ്ങനെ വരുമ്പോഴാണ് സ്ഥായിയായിട്ടൊരു പ്രാർത്ഥന. അപ്പൊ നമ്മൾ അകന്നാമെങ്കിലുണ്ടാവും. പരബ്രഹ്മവും സത്യപ്രദായങ്ങളും തെറ്റിപ്പോയില്ല, കറക്റ്റ്. നമ്മുടെ ശബ്ദവും ഈണമുള്ള ശബ്ദമായി മാറും. അങ്ങനെയുള്ള പ്രാർത്ഥന വരുമ്പോൾ നമ്മുടെ ജീവൻ ഇതുമായി താതാമ്യപ്പെടുന്ന. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ വരുന്നത് തടസ്സപ്പെടുത്തരുത്. അത് വരുമ്പോൾ അയ്യോ അങ്ങനെ വന്നല്ലോ പേടിക്കുക വരണം. എല്ലാ ചിന്തയും വന്നോട്ടെ. പക്ഷെ വന്നതിനെ എന്ത് ചെയ്തത്? അതിന് പിന്നാലെ പോരും. അമ്മായിനെ തരണം വിചാരിച്ചിട്ട് ആ ചിന്തയിൽ അങ്ങനെ പോയാൽ പോയി അമ്മായിനെ കണ്ടല്ലേ. ഞാൻ അങ്ങനെ എല്ലാവർക്കും ഞാൻ കുറെ അനുഭവിച്ചത് ഉണ്ടോ. ഭർത്താവിനൊക്കെ നമുക്ക് മക്കളോടൊക്കെ ഉണ്ടാവും. പലവരുണ്ട്. പണ്ട് ദിവസങ്ങളും ഉണ്ടാവും. അത് പറയാൻ പറ്റില്ല. അങ്ങനെ അപ്പൊ ഇതൊക്കെ ഉള്ളിനുള്ളിൽ. പക്ഷെ ഇതൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇങ്ങനെ വരും. വരട്ടെ നമുക്ക് വരണം. വന്ന് എന്ത് ചെയ്യണം? പതുക്കെ ഇല്ലാതാകും. അപ്പൊ പ്രാർത്ഥന സമയത്ത് അങ്ങനെ ആകുമ്പോൾ നമ്മുടെ സെല്ലുകളെല്ലാം അതനുസരിച്ച് ഒരേപോലെ പ്രവർത്തിക്കും. അതുകൊണ്ടാണ് ശാന്തിഗിരി ആശ്രമത്തിൽ നിൽക്കുന്നവന്റെ മുഖം നോക്കിയാൽ എനിക്ക് മനസ്സിലാവും. ഈ ഭാരതീയനെ ഇപ്പൊ ഞാൻ നമ്മുടെ പൂർണ്ണശ്രീയോട് പറഞ്ഞു ഒരു ഫോട്ടോ എടുത്ത് വയ്ക്കാൻ. ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എഴുതി തരാം, ഒരു ഫയറിംഗ് ലോബിൽ നിങ്ങൾ ഉപയോഗിക്കരുത്. ഐശ്വര്യം നിങ്ങൾ നടന്നു പോകുമ്പോൾ രണ്ടുപേരെ എഴുതി. കാരണം എന്താ? ഈ അണുക്കളെല്ലാം സെല്ലുകളെല്ലാം ഈ ജീവനുമായി ഉയരുന്നു. ഞാൻ ഇവിടെ ചിന്തിക്കുന്ന പെൺകുട്ടികളോടൊക്കെ ഞാൻ പറയാം. ഹർഷയോട് ഞാൻ പറഞ്ഞു, കുറച്ച് ദിവസം വീട്ടിൽ നിന്ന് വരുമ്പോ അപ്പുറം മുഖം നോക്കിയാറിയാം എത്ര ദിവസം നിന്നുണ്ട്. ഞാൻ നോക്കിയത് നിങ്ങളോട് റിസർച്ച് ചെയ്യും. ഞാൻ കുറെ റിസർച്ച് ചെയ്തതാണ്. അത് വേറെ. കാരണം ഈ അണുക്കളും ഈ സെല്ലുകളെല്ലാം ഒരേ യോഗത്തിൽ പ്രവർത്തിക്കും. അങ്ങനെ പ്രവർത്തിക്കുമെന്ന് സംഭവിക്കും. നിങ്ങളുടെ മനസ്സിന് ചിന്തയിലും നല്ലത് വരികയും നിങ്ങളുടെ മുഖത്ത് നിങ്ങൾ അറിയാത്ത തേജസ് ഒന്നും. ഇത് നിങ്ങൾക്ക് കിട്ടണം. സമയം 2:30. അപ്പൊ നമുക്ക് വൈകിട്ടില്ല. നമുക്ക് എന്തായാലും ന്യൂസ് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇത് നമ്മുടെ രോഗങ്ങൾ വരാതിരിക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചിട്ടുള്ള ഒരു അണു പോലും എവിടേക്ക് കയറുന്നത്? നമ്മുടെ ശരീരത്തിലെ സെല്ലിലേക്ക് കയറാം. എന്താ ചെയ്യുക? നിലവിലുള്ള കഷായം. അതങ്ങനെയാണ്. പക്ഷെ ഇത് ഗുരുവിന്റെ നിലവിലുള്ള കഷായം പ്രാർത്ഥന. ഈ പ്രാർത്ഥന കൊണ്ട് നമ്മുടെ ജീവനെ ബലപ്പെടുത്തുന്നു. നമ്മുടെ സെല്ലുകളുടെ ഔട്ടർ പെരിഫറി എന്നുവെച്ചാൽ കുറഞ്ഞ തട്ടയില്ലല്ലോ. ഇത് പവർഫുള്ളാണ്. ഒരു അണുവിനെ അതിനുള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റും. ഒരു എല്ലിന് തേയ്മാനം വരില്ല. വായുകൾ കൃത്യമായി പോകും. എന്താണ് നമ്മുടെ നട്ടലിന് വേദനയ്ക്ക് കാരണം? നട്ടല് തേയുന്നതാണ് നമ്മൾ പറയുന്നത്. വെറുതെ നോണേ. വായു വരും. വായു MR സ്കാനിൽ എടുത്താൽ എന്ത് തോന്നും? തേഞ്ഞതായി തോന്നും. എന്റെ ഓപ്പറേഷൻ ഫിക്സ് ചെയ്താണ് 678. ഞാൻ ഇതൊക്കെ നമ്പർ ഇവരൊക്കെ അറിയാം. ഞാൻ ശിഷ്യപ്പെടുത്തു പോയി ഇങ്ങനെ പറയുള്ളൂ. എന്നെ പറയാത്ത ശിഷ്യൊന്നും ഓടാതെ വേറെ പ്രാർത്ഥന കൂട്ടടാ. പിന്നെ ഇതുവരെ താല്പര്യം അല്ലേ? ഇപ്പൊ ഒരു വേദനവും അത്രയും. ഡോക്ടറെ കാണിച്ചു. ഒരു 10 മണിക്കൂർ എന്നെ അവിടെ ഇട്ടതാക്കി തിരിച്ചു.
അല്ലേ? അപ്പൊ എന്താണ് മനസ്സിലാക്കിയത്? നമ്മൾ പ്രാർത്ഥന മുടങ്ങരുത്, ആരാധന കിട്ടാവുന്നത്ര കൂടിക്കോളും. കാരണം എന്താ? ശരീരം സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണ് ഇത് വിട്ടു കൊടുക്കേണ്ടതെന്ന് അറിയില്ല. എല്ലാവരും വെട്ടിയിലാക്കിയിട്ട് 5 കിലോ പൂവ് കൊണ്ടുപോയി ദഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംഗതിയായതുകൊണ്ട് പ്രാർത്ഥന കൊണ്ട് എന്ത് ചെയ്യണം? ഈ യോഗത്തിൽ നിലനിർത്താനുള്ള അറിവ് ഗുരു അതുകൊണ്ടാണ് പറഞ്ഞത്. അസുഖങ്ങൾ വരുമ്പോൾ, വീട് കെട്ടുമ്പോൾ, അത് വീട് കെട്ടാൻ എന്താണ് പ്രാർത്ഥിക്കുന്നത് ഞാൻ പിന്നെ പറഞ്ഞത് അതിന്റെ കാര്യം. മരണം നടക്കുന്ന എന്തിനാണ് പറഞ്ഞതെന്ന് പറഞ്ഞത്. ഇതൊക്കെ അടുത്തടുത്ത് ഓരോ ക്ലാസ്സിൽ എടുക്കാം. ഇതിൽ കുറച്ചും കൂടി പറയാനുണ്ട്. അതെന്തായാലും ഞാൻ അടുത്ത പ്രാവശ്യം പറയാം. കാരണം ഇപ്പൊ 2 നമുക്ക് ഊണ് കഴിക്കണം. പലരും ഇപ്പോ ആഹാരത്തിന് വേണ്ടിയിട്ടുള്ള വൻകുടലും ചെറുകുടലും നമ്മൾ ഫൈറ്റിംഗ് ആണ്, അല്ലെ? വൻകുടലും ചെറുകുടലും വീഴിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇനിയിപ്പോ അത് നിർത്താം. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥന ഈ പറയുന്ന സന്ദർഭങ്ങൾ കൂട്ടണം. അതുപോലെ സാറ് പറഞ്ഞ വ്യാഴാഴ്ച പ്രാർത്ഥന, ഞായറാഴ്ച പ്രാർത്ഥനയിൽ 4 പേര് 3 പേരൊക്കെയാണ് വല്യാശ്രമത്തിലുണ്ട്. വല്യാശ്രമത്തിന്റെ ഏരിയയിൽ ഞാൻ ഫോട്ടോ ഉണ്ടെന്ന് 7 പേരുണ്ട്. എൻ്റെ വീട്ടിലല്ല നടന്ന് ചോദിച്ചപ്പോൾ ദൂരം കൂടുതലാണ്. അമേരിക്കയിൽ പോണവരും വേണം 10-50 പേര് പ്രാർത്ഥിച്ചു. ഇവിടെ നിന്ന് പോകാൻ വയ്യാതെ വരിക. എന്നിട്ടെന്താ പറയുക? ഇവിടെ ഒരു ഒരുമിയിലാണ് സ്ത്രീ എന്ന് പറയുന്നത്. എങ്ങനെ വരുമ്പോൾ വരും? ആ ദേശത്തിന്റെ യോഗം നിലനിൽച്ച് നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടാണ്. ഈ രാജ്യത്തിന് യോഗം വരുന്നപ്പോൾ ഒന്നിച്ച് പ്രാർത്ഥനകളുകൊണ്ടാണ്. ഇതിന് തമിഴിനും കർണാടകക്കാരനും കേരളക്കാരനും ഈ പറഞ്ഞ ആന്ധ്രക്കാരനും അടികൂടി. ഇതിന് തീർക്കാനാണ് ഗുരു പറഞ്ഞത്. നിങ്ങൾ വ്യാഴാഴ്ച പ്രാർത്ഥനകൾ, ഞായറാഴ്ച പ്രാർത്ഥനകൾ, മാസപ്രാർത്ഥന, അതിനൊക്കെ നമുക്ക് പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം, വിശദമായിട്ട് സംസാരിക്കും. ഇവിടെ നമ്മൾ ഈ അസുഖങ്ങൾ, വ്യാധി വരുമ്പോൾ നമ്മൾ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം? ജീവന്റെ പുണ്യക്കൊപ്പം മാറിയാൽ വ്യാധി മാറുന്നു. മെഡിസിൻ രണ്ടാമതാണ്. അതെല്ലാവരും മനസ്സിലാക്കണം എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് അടുത്ത പ്രാവശ്യം വ്യാധി എങ്ങനെ വരുന്നു, അത് ജനിപ്പിക്കാതെ എങ്ങനെ വരുന്നു എന്നൊക്കെ പഠിച്ചിട്ട് നമുക്ക് അടുത്തേക്ക് സർവസ്വമായ വിരോധാഭാസം ശിവരനെ നമസ്കരിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ കർത്തവ്യം തുടങ്ങിയത് അറിയിക്കുന്നത്. എല്ലാവരും പ്രാർത്ഥനയെ കുറിച്ചാണ് ഇവിടെ അറിയിച്ചത്. പ്രാർത്ഥന എഴുതിയ വഴിയാണുള്ളത്. ഞാൻ ആദ്യത്തെ തലത്തിൽ ആശ്രമത്തിൽ പോയ സമയത്ത് കുറേ പ്രയാസങ്ങളും പ്രശ്നങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ആ സമയത്ത് എൻ്റെ കുടുംബങ്ങളാണെങ്കിൽ അവരാരും ആശ്രമത്തിൽ കാണില്ല. അംശത്തെ കുടുംബത്തിൽ വന്നില്ലെന്നാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രയാസങ്ങളും വരുമ്പോൾ എൻ്റെ കുടുംബത്തിൽ അറിയുമായിരുന്നു ഇങ്ങനെ വീട്ടിൽ നമുക്കൊന്ന് ജോത്സ്യം പോയിട്ട് കാണാൻ. അങ്ങനെ ജോത്സ്യമായിട്ട് പോയിട്ട് ജോത്സ്യം വരെ നോക്കിയ സമയത്ത് പറഞ്ഞത് ഇവരെ നോക്കുമ്പോൾ നമുക്കൊന്നും കാണില്ല, ഇവരെ ഇതിൽ വരച്ച് നോക്കുമ്പോൾ വെറും പ്രകാശമാണുള്ളൂ, അവരെവിടെയും പോകുന്ന ആൾക്കാരാണ്. എന്തെന്നാ അവർ ഇങ്ങനെ തിരഞ്ഞെടുത്ത് ആശ്രമത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരുടെ അവിടെ മടക്കി വെച്ച് പറഞ്ഞ് ഇവർക്ക് വേണ്ടി നമ്മളൊന്നും ചെയ്യാനില്ല, അവരെ പ്രാർത്ഥനയാണ് അറിയിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീട്ടുകാർക്കുകൊണ്ട് ഇപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും രീതി വരുമ്പോൾ അവർ പറയും ഇവർക്ക് എന്ത് വിഷമം വന്നാൽ അത് കാര്യം ചെയ്യാൻ അവർക്ക് അതേപോലെ പ്രാർത്ഥന അവരെ കൂടെ ചെയ്യും. ഏത് വരം എൻ്റെ കുടുംബങ്ങളിൽ എനിക്ക് എന്തും കിട്ടുന്നുണ്ട്. എൻ്റെ ഗുരുവിനെ ഞാൻ എന്ത് പ്രാർത്ഥിച്ച് നടത്തിയിരുന്ന വിഷമങ്ങളെല്ലാം എൻ്റെ ജീവിതം നടത്തി തരണം ചെയ്യാനായിട്ട് എൻ്റെ കൂടെ ഉണ്ടായി ബലത്തിലാണെന്നും ഞാൻ എൻ്റെ കുടുംബം മുന്നോട്ട് പോകുന്നത്. പിന്നെ കൃതജ്ഞത നമുക്ക് മുഖ്യ പ്രഭാഷണം നടത്തിയിട്ടുണ്ട് സ്വാമി. ഇതും പിന്നെ അധ്യക്ഷത അലങ്കരിച്ച ചൈതന്യ മാഷ്, അനുഭവം പങ്കുവച്ച സുധീർ മാഷ്, മാധ്യമത്തിന് വേണ്ടി സംസാരിച്ച ശോഭേജി, BSNK വേണ്ടി ആശംസ അറിയിച്ച ബാലകൻ, പിന്നെ ശാന്തിമയ്യൻ്റെ ആശംസ അറിയിച്ച പ്രകാശൻ, പിന്നെ ശാന്തിനി ഒരുപാട് എത്തിയെത്തണ എല്ലാവർക്കും എൻ്റെ പേരിലും ഗുരുവിൻ്റെ പേരിലും നന്ദി അറിയിക്കുന്നു. Amen.
കട്ടിയന്മാർ ഇത് പിന്നെ ലോങ് ഫയൽ അത് വേറെ ഇതിലങ്ങ് ഡയറക്റ്റ് പോവില്ല. ഇല്ല, ലോങ് ഏകദേശം 1 മണിക്കൂറിൻ്റെ അടുത്തുള്ള സാധനമല്ലേ. ലോങ് ഫയൽ ആയതുകൊണ്ട് അത് ബ്ലൂടൂത്തിൽ വേറെ ആരെങ്കിലും സെൻഡ് ചെയ്തിട്ട് അങ്ങ് പിന്നെ ആടുന്ന് പിന്നെ മാറ്റുന്നത്. സന്ധ്യേച്ചി യൂട്യൂബിൽ ഇടുന്നുണ്ട്. ഇന്നൊന്നും ചെയ്ത് സന്ധ്യേച്ചിനെ ഇതിനകത്തേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ വേറെ സംവിധാനത്തിൽ ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് ഓർ ചെയ്തുകൊണ്ടിരിക്കുന്നത്.